സമയത്ത് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ചടങ്ങിനിടെ സെൽഫി എടുക്കാൻ ശ്രമിച്ച ജില്ലാ പഞ്ചായത്ത് അംഗത്തോട് കയർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാഭാവികം. വേദിയിലുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി സെൽഫി എടുക്കാൻ മൊബൈൽ ഫോൺ ഉയർത്തുകയായിരുന്നു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. മുഖ്യമന്ത്രി വേദിയിലിരിക്കെ സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം അതൃപ്തി പരസ്യമാക്കിയത്. ഇങ്ങനെയുള്ള ആളുടെ അടുത്ത് സെൽഫി എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് ചെന്ന ആൾക്ക് ആദ്യം കൊടുക്കേണ്ട മരുന്ന് കൊടുക്കണം, അത് വേറെ കാര്യം. കൗതുക ലേശം കൂടുതലാണ്. രായാവിന്റെ അടുത്ത് സെൽഫിയോ എന്നുള്ള ഒരു ആട്ടിന് തുല്യമായിട്ടുള്ള ഒരു മുഖഭാവത്തോടു കൂടി ഒരു അവജ്ഞയോട്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അത് സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ഒന്നും അല്ല നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. സിഎമ്മും ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? സിഎം ഫോട്ടോ എടുക്കാൻ ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അത് ഗവൺമെന്റ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് സിഎം പോയായിരുന്നു. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. വേറെ രീതിയിൽ വിവാദമായിട്ട് മാറി നിൽക്കാനപ്പോ പറഞ്ഞു. ഇല്ല ഒന്നും പ്രത്യേകിച്ചായിട്ട് ഒന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ? ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. എന്നാൽ സെൽഫിക്ക് അനുവാദം നൽകുന്നതിന് പകരം മുഖ്യമന്ത്രി കൈവീശി തടയുകയും രൂക്ഷമായ ഭാഷയിൽ നോ എന്ന് പറഞ്ഞു വിലക്കുകയും ചെയ്തു. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സെൽഫി എടുക്കാൻ പോയതും അല്ല, ഫോൺ കോൾ വന്നു. ആ സമയത്ത് ഒരു നിവേദനം കൊടുക്കാനായിട്ട് പോയിരുന്നു, തിരക്കായിരുന്നു. സിഎം ആതിര സെൽഫി എടുക്കാൻ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കൊന്നും അല്ല ചെയ്തത്. ഒന്നും ഞാൻ സെൽഫി എടുക്കട്ടെ എന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് അതിനകത്ത് ആ വീഡിയോ കാണുമ്പോൾ അങ്ങനെ അത് അങ്ങനെ രീതിയിൽ തെറ്റിദ്ധാരണയായിട്ട് തോന്നുന്നത് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ എനിക്കും അവിടെ സിഎമ്മിനും തമ്മിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ നിവേദനം കൊടുത്തു, അത്രേ ഉള്ളൂ. വേറൊരു സംഭവം നടന്നിട്ടില്ല. ബെസ്റ്റ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.